അതെ, ഇന്നത്തെ യാത്ര ഇന്തോനേഷ്യയിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ തുമ്പാക് സേവ് വാട്ടർഫാൾസ് കാണാനാണ് കേട്ടോ. ഇത് ജാവ ഐലൻഡിലെ മലാങ്ങിൽ നിന്നാണ് ഏകദേശം 66 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. നഗരത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഗ്രാമങ്ങളിൽ കൂടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സാധാ നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ കേട്ടോ. വാഴ കണ്ടില്ല, നല്ല വലിയ വാഴക്കുലയാണ്. അതുപോലെ കാപ്പിത്തോട്ടം, പിന്നെ പ്ലാവ്, തെങ്ങ്, മുള എല്ലാതും അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള വീടുകളും വീടിന് ചുറ്റുപുറം മരങ്ങൾ കേരളത്തിൽ അങ്ങനെയാണല്ലോ, അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയും. പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ആളുള്ളൊരു പോയിട്ട് ഭയങ്കര താഴ്ചയാണ്. $10,000 പാർക്കിങ്ങിന്. ഓക്കെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ടോ? തുമ്പാക് സേവ് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് 2%. 2%. 2 ലക്ഷമാണ് രണ്ടാൾക്കുള്ള ടിക്കറ്റ്. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പൊ അവര് തന്നൊരു സാധനമാണ്, സ്നേക്ക് ഫ്രൂട്ടാണ് പറഞ്ഞത് തന്നതാണ്. നല്ല രസമുണ്ട്. 3-4 തന്നപ്പോ ഞങ്ങൾക്ക് നല്ല രസമുണ്ട്. ദിസ് സ്നേക്ക് ഫ്രൂട്ട്. ഓക്കെ, നൈസ്, വെരി നൈസ്. കണ്ടാൽ ഇതൊരു പാമ്പിന്റെ തോല് പോലെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ കായ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ, അത് നല്ല രസമുണ്ട്. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. എന്താണ് പബ്ലിക് എലിമെന്ററി സ്കൂളാണ്. അപ്പൊ ഗവൺമെന്റ് ആവും അല്ലേ? ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ 7 മണിക്ക് തുടങ്ങും, 12 മണിക്ക് തീരും സ്കൂള്. ഫ്രീ ആണ്. അപ്പൊ ഗവൺമെന്റ് സ്കൂളാണ്. അവിടുന്ന് എന്തെങ്കിലും വേറെ ഫ്രീ കിട്ടോ? യൂണിഫോം, ഭക്ഷണം ഒക്കെ ഫ്രീ കിട്ടോ? പറഞ്ഞു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. Sama-sama. Terima kasih. ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. തുമ്പാക് സേവ് വാട്ടർഫാൾസ് കാണുമ്പോൾ ഇവിടുത്തെ ഇന്തോനേഷ്യൻ ജാവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർഫാളാണ്. ഒരിക്കലും മിസ് ചെയ്യരുത് അല്ലേ? നോക്കാം, മിസ് ചെയ്യാം. അവിടെ പോയി നോക്കാം. കണ്ടിട്ട് സൂപ്പറാണ്. അല്ല, കേട്ടിട്ട് കണ്ടിട്ട് നോക്കാം. ഓക്കെ. അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ പാർക്കിംഗ് അല്ലേ? ഇവിടെ വണ്ടി വെച്ചിട്ട് വേണം അപ്പുറത്തേക്ക് പോവാനായിട്ട്. അത് കാണാം. ഇതാ വെള്ളച്ചാട്ടാ കാണുന്നു. വോ, എന്താ ടോപ്പാട്ടോ വെള്ളച്ചാട്ടം. ഇത് വെറുതെ അല്ല അറിഞ്ഞത്, മിസ്സാക്കരുത് എന്ന് അറിഞ്ഞ്. എന്താ സ്റ്റൈലും വെള്ളച്ചാട്ടോ. ആയിരം വെള്ളച്ചാട്ടങ്ങൾ എന്നാണ് ഇതിന്റെ ഇവരെ ഇന്തോനേഷ്യൻ ഭാഷയിൽ പറയാ. മുകളിൽ നിന്നൊന്നും കാണില്ല കേട്ടോ, അതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടില്ലേ, ഒരു പകുതിന്റെ അവിടെ നിന്നാണ് ഈ ചാട്ടം. 120 മീറ്റർ ഹൈറ്റിൽ നിന്നാണുള്ളത് ചാടുന്നത്. സ്പ്രേ പോലെ അങ്ങനെ വരുന്നുണ്ടല്ലേ മാഷേ? ചുറ്റുഭാഗം മൊത്തത്തിൽ കൂടിയിട്ടാവും ഇത് പറയുണ്ടാവുക. എന്തായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടാണ്. അതിന്റെ ഒരു തണുപ്പ് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലേ? ഇപ്പൊ ശരിക്കും മഴക്കാലല്ല, മഴക്കാലം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ളതാവും. അതുപോലെ അങ്ങോട്ട് ഇറങ്ങണതൊക്കെ ഡേഞ്ചർ ആവും. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന പറയണത്. കുറെ കയറ്റവും ഇറക്കമൊക്കെ ആയിട്ട് അങ്ങനെ അതിന്റെ തൊട്ടടുത്തേക്ക് ചെല്ലാൻ പറ്റുന്ന, നല്ല അടുത്തു നിന്നുള്ളൊരു ദൃശ്യം കാണാൻ പറ്റുന്ന പറയണത്. ഇപ്പൊ ഇതിന്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. ഇവിടുന്ന് കാണുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല രീതിയിൽ മൊത്തത്തിൽ കാണാൻ പറ്റുക. മഴക്കാലം ആവുമ്പോൾ മൊത്തത്തിൽ വെള്ളം ചാടുന്നുണ്ടാവും. എന്തായാലും നല്ല സ്റ്റൈലും വെള്ളച്ചാട്ടാക്കുന്നത്.
സാധാരണ വെള്ളച്ചാട്ടങ്ങൾ മുകളിൽ നിന്ന് നേരെ അടിക്ക് ചാടുകയല്ലേ ചെയ്യുക. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് കണ്ടില്ലേ, ഒരു മുക്കാൽ ഭാഗത്തിന്റെ അവിടെ നിന്നാണ് ഇത് ചാടുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കാണുന്നില്ല. അപ്പോൾ അതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ വെള്ളം വന്നിട്ട് പിന്നെ നേരെ ചാടുകയാണ്. കണ്ടില്ല, അതിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കാണുന്നത്. മുകൾക്ക് കണ്ടില്ലേ ഫുള്ള് കല്ലാണ്. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ ചാടി ഒഴുകി വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതിന്. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടത്. കണ്ടില്ലേ, വാഹനങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, കണ്ടമാനം ജനങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. താഴത്തേക്ക് ഒന്ന് ഇറങ്ങി പോകണം, എന്നാലേ മൊത്തം കാഴ്ച കാണാൻ പറ്റുള്ളൂ. ഗംഭീര കാഴ്ച കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു കുത്തനായിട്ടുള്ള മലയാണ് കേട്ടോ. അതിന്റെ സൈഡിൽ കൂടെയാണ് ഈ വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. കല്ലൊക്കെ വെച്ചിട്ട് വഴി ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ. അതിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്തെത്താണ്. ഏകദേശം അതിന്റെ അടുത്തേക്ക് എത്താന്നാ പറയണത്. അപ്പൊ അങ്ങോട്ട് പോകണം. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടുത്തുനിന്ന് നല്ല രീതിക്ക് കാണാൻ പറ്റും. ഇപ്പൊ മുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് വൈഡായിട്ട് കാണാൻ പറ്റുക. പക്ഷെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭംഗി വേറെ അല്ലേ. പോകുന്ന വഴിക്ക് കുറെ കടകളുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ ഇവിടുന്ന് കഴിക്കാം. ഇവിടുത്തെ നാളികേര കണ്ടില്ല, വലുതാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ചെറുതൊന്നുമല്ല, നല്ല വലുതാണ്. ഇതാണ് മുമ്പ് കഴിച്ച പഴം, സ്നേക്ക് ഫ്രൂട്ട് പറഞ്ഞ് കഴിച്ച പഴം ഇതാണ്. ഇവിടുത്തെ ഒരു ലോക്കൽ ഫ്രൂട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ലോക്കൽ ഫ്രൂട്ടാണിത്. ഹലോ, കിലോ ഹൗ മച്ച്? 15,000. ആ, ഇവിടുത്തെ 15,000. ഇവിടുത്തെ 15,000. ആ, അതാണ് അവർ ഫ്രീ തന്നു മറ്റേ. ആ ആ, ഇപ്പോഴും ഒന്ന് ഫ്രീ തന്നു. ആ, അപ്പോ 70 റുപ്യ അല്ലേ? 70 റുപ്യ. നമ്മുടെ നാട്ടിലത്തെ 70 രൂപ ഇതിന് കിലോക്ക് വില. ഇളനീരിന്റെ വില നോക്കി 10,000. അപ്പൊ 50 രൂപയുള്ളല്ലോ. പക്ഷെ ഇത് വലുതാണ് കേട്ടോ, വലിയ ഇളനീരാണ്. കുത്തനുള്ള ഇറക്കം ഇറങ്ങി പോകട്ടോ അടിക്ക്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. നേരെ താഴെ ഉണ്ടാവും വെള്ളച്ചാട്ടത്തിന്റെ അവിടെ, പെട്ടെന്ന് എത്തും അങ്ങോട്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആരെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല, മിസ്സായാലൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്യാമറകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഹലോ, ഇവരിതാ കുഴങ്ങിയിരിക്കുക തോന്നുന്നു. ഹലോ. ഈ കമ്പി പോലത്തെ വഴി കൂടെ ഒക്കെ പോകട്ടോ. ഇതൊക്കെ തെന്നി കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നം തന്നെയാണ്. മഴയൊക്കെ ഉണ്ടെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ വഴിക്കാൻ സാധ്യത ഉണ്ട്. നല്ല ഷൂ ഒക്കെ ഇട്ട് വരണം. ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആകെ വഴിക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. താഴത്തേക്ക് പോകുന്തോറും കുത്തനാട്ടോ വഴികള്. ഭയങ്കര വലിയ സ്റ്റെപ്പുകളാണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോ ഇനി കയറി വരുമാണല്ലോ. ഓ, ഹലോ, എക്സ്ക്യൂസ് മീ. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും അങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങിയാൽ മാത്രം പോരല്ലോ, കയറും വേണ്ടേ. അത് കുറച്ച് റിസ്ക് ആവും. എല്ലാരും ഇങ്ങനെ കതച്ച് കയറി പോകുന്നുണ്ട് മുകളിലേക്ക്. നല്ല റിസ്ക് ആട്ടോ അടിക്ക് ഇറങ്ങാൻ. വരെ വന്നതൊന്നൊന്നുമല്ല കേട്ടോ. ഈ വെള്ളത്തിൽ കൂടെ വേണം പോവാനായിട്ട്. ഓ, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കേട്ടോ പോവാന്. പക്ഷെ വരുന്നുണ്ടല്ലേ, അതേമാതിരി വന്നതാട്ടോ ഞാനും. ഭയങ്കര റിസ്ക് ആണ് വരാനായിട്ട്. നല്ല വെള്ളം ഒഴുകി വരികയാണേ, കുത്തി ഒഴുകി വരികയാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അടിക്കണ വരും. ഇവിടെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ, ഇവർക്കൊക്കെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. വെള്ളം ചാടുന്ന കണ്ടില്ലേ, എങ്ങനെ ഒഴുകി വരികയാണ് വെള്ളേ. ഇവിടെ മൊത്തം അങ്ങനെ തന്നെയാണ്. എത്ര ഉയരത്തുന്ന വെള്ളം വരുന്നത്. ഇനിയിപ്പോ പോവാനുള്ള ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോണ അടിക്ക് കണ്ടില്ല. അതില് ഇവിടെ
ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു വഴി ഇതാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴേ കോൺക്രീറ്റ് സ്റ്റെപ്പാണ്. അത് നനഞ്ഞാകെ വഴുക്കണ പോലെയൊക്കെ ഉണ്ട്. ഒരു കമ്പി ഉണ്ട്, അതും മിനുസപ്പെട്ടിട്ടുണ്ട്. നല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടെ ഒക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇത്ര റിസ്ക് എടുത്ത് വന്നിട്ട് ഇവിടെയൊക്കെ കട നടത്തുന്ന ആൾക്കാർ കേട്ടോ, ഇവര് വേണം സമ്മതിക്കുക. എങ്ങനെ ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഈ സാധനങ്ങളും കൊണ്ട് ആയിക്കൂടെ അത്ര കഷ്ടപ്പെട്ടിട്ട്. ഇവിടുത്തെ പഴം വെള്ളം അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ വേണ്ടവർക്ക് ഇവിടുന്ന് വാങ്ങുകയും ചെയ്യാം. പക്ഷെ വില കൂടുതലാവും, പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് എത്തിക്കണല്ലോ അതൊക്കെ. ഇവിടുന്ന് ആ വെള്ളം ചാടണ കണ്ടില്ല, അതിങ്ങനെ ഒഴുകി വരുന്നത് ഇത് കൂടെ കേട്ടോ. ഇത് കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറൊരു വെള്ളച്ചാട്ടം കൂടി ഇവിടെ ഉണ്ട്, പക്ഷെ അവിടെ വെള്ളമല്ല. പിന്നെ അപ്പുറത്തേക്ക് പോവാട്ടോ, ഒരു കേവ് ഒക്കെ ഉണ്ട്. ഇതാ കേവ്, ഗോവ ടെറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു കേവ് ഉണ്ട്. ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ആവുകയാണെങ്കിൽ അത് കണ്ടില്ലേ, ഈ വെള്ളം ചാടുന്ന ചിത്രങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വെള്ളം ചാടിയുന്നില്ലേ, അതാ പിന്നെ നല്ല ഇരുണ്ട കളറായിട്ട് കലങ്ങിയ വെള്ളമായിട്ട് ഇങ്ങനെ പോണത് കാണാം. പിന്നെ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതാ 200 മീറ്റർ ഗോവ ടെറ്റസ് വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാ ഗോവ ടെറ്റസ് ഡ്രോപ്പ് കേവ് അങ്ങോട്ടുള്ള സൂചന കൊടുത്തിട്ടുണ്ട്. ഒരു കേവ് ഒക്കെ ഉണ്ട് തോന്നുക, ഗോവ ടെറ്റസ് കേവ്. അപ്പൊ അവിടെ അപ്പുറത്തൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. ഇവിടെ മൊത്തം അഡ്വഞ്ചർ ആട്ടോ. ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്, പക്ഷെ ഭയങ്കര രസമാണ് കേട്ടത്. നല്ല ഈസി ഒന്നല്ല ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെ റിസ്ക് എടുത്ത് വരുമ്പോ അതിൻ്റെതായ എന്താ പറയാ ഭയങ്കര രസം കൂടി ഉണ്ട് ഇതില്. എന്താ മാഷ ഈ കാണുന്നതൊക്കെ? ഇതൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണോ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങള്? എന്താ മുതലായിട്ടോ അങ്ങോട്ടൊക്കെ വരുന്നത്. ഓ, അവിടെയാണ് ആ കേവ് കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കിയാൽ കണ്ടില്ലേ എവിടെ ഇതൊക്കെ നിക്കണത്? ഏത് ലോകത്തായി വന്നത്? ഇതിന്റെ ചുറ്റിലുള്ള കാഴ്ച കേട്ടത്. ഒരു കിണറിലൊക്കെ ഇറങ്ങിയ അതേപോലെ അവസ്ഥ. ഇവരൊക്കെ ഇന്തോനേഷ്യക്കാരാ. ഹലോ, ഇന്ത്യ. You are from? Welcome to Indonesia. Indonesia. Okay, thank you. It's your first time? Yeah, first time. Me too. ഓരോ ആദ്യമായിട്ടാണ് ഇത്. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഇത്ര റിസ്ക് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് അഡ്വഞ്ചർ. വെരി വെരി വേഗം വരെ. മഴയല്ലേ? മഴയല്ല, വെള്ളച്ചാട്ടത്തിൻ്റെതാണതേ. ഓ, എന്തൊരു ഭീകര ദൃശ്യാട്ടോ. ഭീകര ദൃശ്യം. മുകളിൽ നിന്ന് കണ്ട അതേ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് അവിടെ നിന്നാണ് ആ കാഴ്ച കണ്ടത്. ഇപ്പൊ വെള്ളം ചാടുന്ന അതേ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ക്യാമറ കാകെ നനഞ്ഞിട്ടുണ്ട്. കാണില്ല കേട്ടോ, വെള്ളം ഇങ്ങനെ സ്പ്രേ ആയി വന്നിട്ടേ മഴ പെയ്യണ അതേ അവസ്ഥയാണ്, ഒന്നും കാണൂല.
കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. കാരണം വെള്ളം സ്പ്രേ പോലെയാണ് വരുന്നത്. ഒരു കേവ് ഉണ്ട് കേട്ടോ ഇവിടെ തൊട്ടിപ്പുറത്ത്. കേവിന്റെ അവസ്ഥ എന്താണ്, അങ്ങോട്ട് പോകാൻ കഴിയോ ഒന്നും അറിയില്ല. പോവാന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട്. ഇവിടെ കണ്ടില്ല വെള്ളം ചാടുന്നത്, നല്ല വെള്ളച്ചാട്ടം. അവിടെ മോള് അതിലൊക്കെ ഇറങ്ങി വരാന്നാ തോന്നുന്നത്. അവിടെ കുറെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആകെ വെള്ളച്ചാട്ടമാണ് ഇവിടെ. വെള്ളച്ചാട്ടം അല്ലാതെ ഒന്നുമില്ല. അതും ഭയങ്കര ഹൈറ്റിന്ന്. നല്ല പച്ചപ്പുണ്ട് കേട്ടോ ഇവിടെ. നല്ല നനച്ചു കൊടുക്കുകയല്ലേ, സ്പ്രേ അടിച്ചു കൊടുക്കുകയല്ലേ ഇവിടെ ഇതിനൊക്കെ. പിന്നെ എങ്ങനെ ഇതൊക്കെ നല്ല രീതിയിൽ വളരാക്കുക. കേവ് ദ വെൽക്കം ടു ദ നാച്ചുറൽ ടൂറിസം ഓഫ് ദ കേവ് ആൻഡ് ബ്ലൂ ലേക്ക്. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ഈ കേവ് ആവോ? അല്ലെങ്കിൽ തന്നെ സമയമല്ല, വൈകുന്നേരം ആവാനാ. ഇനിയിപ്പോ ഈ കേവും തെരഞ്ഞ് നടക്കേണ്ടി വരുമോ? അവിടെ ഒരു കൊടയൊക്കെ കാണുന്നുണ്ട്. സ്ലിപ്പാവാതെ നോക്കണം. സ്ലിപ്പായി കഴിഞ്ഞാലേ കൈയും കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല ഇവിടെ. പല ഭാഗത്തുനിന്നും വെള്ളം ഇങ്ങനെ ചാടി ഒഴുകി വരികയാണ് ഇതില്. കേവ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗോവ ടെറ്റസ് ആ ഭാഗത്തേക്കാണ്. ചാടുന്ന ചാട്ടം കണ്ടില്ല, വെള്ളം സ്പ്രേ പോലെ ഒഴുകി വരികയാണ്. ഈ കയറുമ്പോ കുറിച്ച് ഇങ്ങനെ പോരി. വെള്ളം ചാടി ആകെ നനയുക. വെള്ളം ചാടുന്നുണ്ടല്ലേ ഇവിടുത്തെ മുകളിൽ. ഇതാണ് അവസ്ഥ. ആകെ നനയാട്ടോ. ആകെ നനയിട്ട് മൊത്തം നനഞ്ഞ് കുളിച്ചു. ഡ്രസ്സാകെ നനഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോഴേ നനയാനായിട്ട് വരണം. ഫുള്ള് നനയും. മഴ കൊണ്ട് നനയണ അതേ അവസ്ഥയാണ്. ഷൂ ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ മൊത്തം നനഞ്ഞ് എരപ്പാവും. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓ നല്ല തണുപ്പുണ്ട് വെള്ളം. നല്ല തണുത്ത വെള്ളം കേട്ടോ. അവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്ത് കൂടെ പോണം. അതില് ഇവിടെ കണ്ടില്ലേ ഫുള്ള് വെള്ളച്ചാട്ടാട്ടോ. വെള്ളച്ചാട്ടം കണ്ട് മടുക്കും. അതിന് മാത്രം ഉണ്ട്. വെറുതെ അല്ല, 1000 വെള്ളച്ചാട്ടങ്ങളുടെ സ്ഥലമാണ് ഇത് എന്ന് പറയുന്നത്. ഇതിപ്പോ എവിടെ കേവ്? എന്താണ് പനോരമ ടെബിങ് ഗോവ സേവു. ദ ഗോവ ടെറ്റസ് ഡ്രോപ്പ് കേവ് ഇവിടെ കേട്ടോ. ഇതാണ് സംഭവം. മഴ വരുന്നുണ്ടല്ലോ. ഇതാണ് കേവ്. ഓ ഇതെന്താ വെള്ളം ചാടി 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 വേറെന്തോ രൂപമായിട്ടുണ്ട്. അതാണ് കേവ്. കേവാണത്. അതാണ് കേവ്. തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
വന്ന അതേ വഴി കൂടെ തന്നെ നല്ല കുത്തനുള്ള കയറ്റങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കണതല്ല, ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം ആദ്യം ഈ ഇത്രയും ചെരിവാണ്, മലഞ്ചെരിവാണ്, ഭയങ്കര കുത്തനുള്ള സ്ഥലമാണ്. അതിൽ കൂടെ ആദ്യമായിട്ട് ഇതുപോലൊരു വഴി ഉണ്ടാക്കണമെങ്കിലേ അതൊരു അപകടം പിടിച്ച പരിപാടിയാണ്. ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ സമ്മതിക്കണം. വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പാക്സേവ് വാട്ടർഫാൾസിൻ്റെ കാഴ്ചകൾ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.